എന്താ വേവിച്ച 2 ദിവസമായല്ലോ കണ്ടിട്ട്? ഒന്നുമില്ല, ഓരോരോ പണിത്തിരക്ക്. നിന്റെ പണിയും തിരക്കൊക്കെ എന്ന് തീരും? അതൊക്കെ പോട്ടെ വേവിച്ച, നീ ഒരു ഷെയർ ഇട്, ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, സാധനം മേടിക്കാം. ഞാനില്ല എൻ്റെ വിജയ, എന്നെ വെറുതെ വിട്ടേക്ക്. എടാ ബേബി, 50 കഴിഞ്ഞാൽ അവനവന് വേണ്ടി ജീവിക്കണം എന്നാ. എനിക്ക് അതിൻ്റെ സമയമായിട്ടില്ല. ഇനി എപ്പോൾ സമയമാകാനാ? പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമ്പോഴോ? എൻ്റെ മോനും കൂടെ ഒരു കരക്കെത്തിയ പിന്നെ ഞാൻ ഫ്രീയാ. മോളൊരു കരക്കെത്തിയില്ലേ, എന്നിട്ട് എന്തായി? പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവരായി അവരുടെ പാടായി. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവളെ പഠിപ്പിച്ചതിൻ്റെയും കെട്ടിച്ചതിൻ്റെയൊക്കെ കടം തീർന്നു. എവിടെ തീരാൻ? ശരിക്കും ഒരു വണ്ടിക്കാരുടെ ജന്മമാണല്ലോ ബേബി നിൻ്റെ. അതും വലതുവശത്തെ കാള. 8ാം ക്ലാസ്സിലെ ഓണപരീക്ഷ കഴിഞ്ഞ് തൂമ്പെടുത്തതാ, പിന്നെ ഇന്ന് വരെ തോളത്തിറക്കിയിട്ടില്ല. അബ്ദുക്ക, ഓരോ കട്ടനിങ് എടുത്തോളേ. അതുകൊണ്ടിപ്പോൾ എന്തായി? പെങ്ങന്മാരെ കെട്ടിച്ചു, വീട് വെച്ചു, മക്കളെ പഠിപ്പിച്ചു, മോളെ കെട്ടിച്ചു, ഇത്രയൊക്കെ ആയില്ലേ? കടങ്ങൾ ഒരുപാടുണ്ട് വിജയ. കടം ഇപ്പം ആർക്കാ ഇല്ലാത്ത? പിന്നെ ഉണ്ണിയുടെ കാര്യം ഓർക്കുമ്പോഴാ. മോളും മരുമോനും വിചാരിച്ച ഉണ്ണിനെ കൂടി കൊണ്ടുപോകാമായിരുന്നല്ലോ. അവനതിന് പുറത്തേക്കൊന്നും പോകാൻ താല്പര്യമില്ലെന്നേ. അതിനവൻ സിനിമ നടനാകാൻ നടക്കുമല്ലേ? ഹലോ, മോള് വന്നിട്ടുണ്ട് കാനഡയിൽ നിന്ന്. അപ്പം ചില്ലറ ഷോപ്പിങ്ങൊക്കെ. പിന്നെ ശനിയാഴ്ച നമുക്കൊന്ന് കൂടണം. നമ്മുടെ ശ്രീനിൻ്റെ ഹോം സ്റ്റേയിൽ എത്ര കാലമായി നമ്മൾ കൂടിയിട്ട്. അല്ല മൂത്തോളാണോ വന്നേ? അതെ, മറ്റോട് പോയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. നിന്റെ മോളും വേവിച്ചനും ഉണ്ണിയും ഒരേ പ്രായമല്ലേ? അതെ അതെ, അവരൊഴിച്ച് പഠിച്ചല്ലേ. പയ്യനെന്താ പണിയായോ? ഇല്ല, നോക്കുന്നുണ്ട്. അവൻ ഒഡീഷനെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നല്ലോ, ചാൻസ് ഒന്നും ആയില്ലേ? ആ, ഞാനതൊന്നും ചോദിക്കാറില്ല. അവനുള്ള നേരത്തെ അങ്ങോട്ട് കയറ്റി വിടാൻ നോക്ക്. ഞാനേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ പിന്നെ ശനിയാഴ്ച കാര്യം മറക്കരുത്. ആ കാണാം. ആ പെണ്ണ് കാനഡയിൽ പോയോണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. ഓ, രാവിലെ തന്നെ വേറൊരു പണിയില്ലാത്തതുകൊണ്ടാണല്ലേ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പേ, എനിക്കൊരു ജോഡി പുതിയ ഷൂസ് വേണമായിരുന്നു. ഓൺലൈനിൽ നല്ല ഓഫർ ഉണ്ട്, ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്യട്ടെ? ഇന്നാളല്ലേ നിനക്ക് വേറെ ഒരെണ്ണം വാങ്ങിച്ചത്? അത് ഇവിടുത്തെ ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ. ഇത് വുഡ്ലാൻഡാ, ഇതിപ്പോൾ പകുതി വിലയ്ക്ക് കിട്ടും. ഇല്ല ചോദിച്ചേട്ടാ, വാഴയിലായിരുന്നു മുഴുവൻ പ്രതീക്ഷ. ഇല്ലെന്നേ, അവന് പണിയൊന്നും ആയിട്ടില്ല. ഇല്ല, 1 മാസത്തിനപ്പുറം പോകത്തില്ല. ആരായിരുന്നു വിളിച്ചേ? ആ സംഘത്തിലെ സെക്രട്ടറി ജോയിച്ചേട്ടനാ. പൈസ അടയ്ക്കാനായിരിക്കും അല്ലേ? ഇതന്ന് ഉണ്ണിക്ക് ലാപ്ടോപ്പ് വാങ്ങിയതല്ലേ? അതെ. നാളെ എത്രയായി? പലിശ എത്ര കൊടുത്ത്? എല്ലാം ശരിയാവൂടി. ആകും. രാവിലെ തൊട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോടാ. ആ കൊച്ചിനെ ഒന്ന് വിളിച്ചേ.
പിന്നെ ചേച്ചിയുടെ കൊച്ചിനിപ്പോൾ വയസ്സ് ഒന്നായി, എന്നിട്ടും അമ്മയ്ക്കിപ്പോൾ അവള് കൊച്ചാ. അതിപ്പോ അവള് വല്യമ്മയായാൽ പോലും നിങ്ങളെപ്പോഴും ഞങ്ങൾക്ക് കൊച്ചുങ്ങൾ തന്നെയാ. എന്തൊരു സ്നേഹം സുന്ദരി മോളോട്. ഇതിന്റെ പകുതി പോലും അവൾക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചില്ലല്ലോ രണ്ടകാരിക്ക്. എടാ അത് പിന്നെ അവൾക്ക് അവിടെ തിരക്കൊക്കെ അല്ലേടാ. അതെ, അവൾക്ക് അവിടെ തിരക്കാ. അല്ലാതെ ഇങ്ങോട്ടേക്ക് കാശ് എന്തെങ്കിലും അയച്ചു തരണമെന്ന് ഓർത്തിട്ടാ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത. ചേച്ചി വിചാരിച്ചായിരുന്നേ എന്നെ രക്ഷപ്പെട്ടേനെ ഈ കുടുംബം. എടാ അതൊന്നും നീ നോക്കണ്ട, നീ ഒന്ന് അങ്ങോട്ട് വിളിക്ക്. അപ്പയുടെ കാശ് മൊത്തം ബാങ്കുകാർ കൊണ്ടുപോവാണല്ലോ. ചേച്ചിയെ പഠിപ്പിക്കാനെടുത്തത്, ചേച്ചിയെ കെട്ടിക്കാനെടുത്തത്, ഈ വീട് പണിയാനെടുത്തത്. എന്തായാലും എന്താ, നിന്റെ കാര്യത്തിന് മുടക്കമൊന്നുമില്ലല്ലോ. ഞാൻ എന്നാ പറഞ്ഞാലും നിങ്ങൾക്ക് അതിനൊക്കെ ഓരോ ന്യായീകരണങ്ങൾ കാണും. ഇന്ന റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുമെന്നൊന്നും അറിയത്തില്ല. ഇതെന്താ ഇപ്പൊ ഒരു ഷോപ്പിംഗ്? അടുത്ത ആഴ്ച കല്യാണത്തിന് പോകേണ്ടതല്ലേ? അതിനിപ്പോ പുതിയത് വേണമെന്നുണ്ടായിരുന്നോ? അല്ല, ഇതിലിപ്പം ഏതിട്ടിട്ടാ നിങ്ങൾ കല്യാണത്തിന് വരുന്നേ? എനിക്ക് ഇന്നാളല്ലേ എടുത്തത്, എനിക്കത് മതി. ഏത് നാള്? നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? എന്നാലും അതിപ്പോഴും പുത്തം പോലെ തന്നെയല്ലേ ഉള്ളത്, എനിക്കത് മതി. എന്നാ പിന്നെ എനിക്ക് ആ കൂടെ വാങ്ങിയ സാരി തന്നെ മതി. നീ ഇച്ചിരി വെള്ളം കൊണ്ടുവാ, എന്തോ ഒരു പരവേശം. എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, ശരിയാകും, കിടന്നാൽ ശരിയാവും. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു, ഗ്യാസ് കയറിയതായിരിക്കും. എന്നതായാലും ബാ, നമുക്ക് ആസ്പത്രി പോകാം. വേണ്ടെന്നേ, അത് 2 വായു ഗുളിക കഴിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തൊരു കോലാടാ ഇത്. ഈ കോലത്തിന് എന്താ കുഴപ്പം? ഇങ്ങനെയാണോ നീ കല്യാണത്തിന് പോണേ? ഞാൻ കല്യാണത്തിന് വരുന്നില്ല. വരുന്നില്ലേ? നിനക്ക് പോകാനല്ലേ പുതിയ ഡ്രസ്സ് എടുത്തത്? ഇപ്പോഴത്തെ സ്റ്റൈലും ഫാഷനും ഒന്നും അറിയാത്തപ്പ എന്നതാ ഈ മേടിച്ചു വെച്ചേക്കുന്നത്? അതുകൊണ്ടാണോ നീ വരാത്തത്? അല്ല, എനിക്കൊരു ഓഡിഷന് പോകാനുണ്ട്. ഓഡീഷനോ? എവിടെയാ? എറണാകുളത്ത്. അതിനുള്ള കാശോ? അതപ്പ തരണ്ട, കൂട്ടുകാർ തന്നോളൂ. അതവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അത് ഞാൻ എങ്ങനെയും കൊടുത്തോളാം. അല്ലാണ്ട് അപ്പയോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യത്തിനും അപ്പയുടെ കാശ് കാണത്തില്ലല്ലോ. കൊള്ളാം. ഉണ്ണി, അവിടെ ആരാ വിളിക്കുന്നേ? എടാ ആരാ വിളിച്ചത് നോക്കാൻ. ആര് വിളിക്കാൻ? അമ്മയ്ക്ക് തോന്നിയതാ. ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവൻ. ഉണ്ണി, ആ ഉണ്ണി, ആ വിജയേട്ടാ. നീ അകലേന്ന് വരുന്ന കണ്ടപ്പോൾ ബേബിച്ചൻ വരുമ്പോൾ തന്നെ തോന്നി. സത്യം, ഇങ്ങനെ ഒരു കോലത്തിൽ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. എൻ്റെ അപ്പയ്ക്ക് അതായിരുന്നു ഇഷ്ടം. അന്നതെനിക്ക് മനസ്സിലായില്ല. അപ്പയെ ഞങ്ങൾക്ക് നഷ്ടമാകേണ്ട വന്നു എനിക്കത് മനസ്സിലാക്കാൻ. ചേച്ചിയൊന്നും പിന്നെ വന്നില്ലേ? അവർക്കൊക്കെ അതിനെവിടെയാ സമയം? 41 ആഘോഷിക്കാനുള്ള പണം അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നാണ് അമ്മയോട് പറഞ്ഞത്. സത്യത്തിൽ ഞങ്ങൾ മക്കളെ കൊണ്ട് അപ്പയ്ക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പണവും സൗകര്യവും കൂടിപ്പോയതുകൊണ്ട് ചേച്ചിയെ കൊണ്ടും, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടും. ഏയ് നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആ എന്തായി നിന്റെ സിനിമാഭിനയമൊക്കെ? സിനിമയോ? അതൊക്കെ ഞാൻ അപ്പനെ പറ്റിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ഒരു സിനിമാ നടനാവാനുള്ള ഗ്ലാമറും ഭാഗ്യമൊന്നും എനിക്കില്ലാന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്ക് തന്നെ അറിയാം. അപ്പം ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് നീ പോയിക്കൊണ്ടിരുന്നതോ? ഓഡിഷൻ എന്നും പറഞ്ഞാൽ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നെല്ലാം ഓരോരോ കമ്പനികളിലെ ഇൻ്റർവ്യൂവിനാണ്. അവർക്കൊക്കെ വേണ്ടത് 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസാണ്.
ആരെങ്കിലും പണി തരാണ്ട് എനിക്കെങ്ങനെ എക്സ്പീരിയൻസ് ആവാനാ? ഉം. അല്ലെങ്കിൽ പുറത്ത് പോകണം, അതിനൊക്കെ ഒരുപാട് പണച്ചെലവാ. ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്കെന്താ ജോലി കിട്ടാത്തത് എൻ്റെ താല്പര്യക്കുറവുണ്ടെന്നാണ് നാട്ടുകാരുടെ വിചാരം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നിന്റെ ചേച്ചി വിചാരിച്ചാൽ നിന്നെ കൂടി കൊണ്ടുപോകാൻ പറ്റില്ലേ? അതിന് വിചാരിച്ചാലല്ലേ. ബേബിച്ചൻ്റെ സങ്കടം നീയായിരുന്നു. നിന്നെ ഒരു കരയ്ക്ക് എത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. അപ്പ ഒരിക്കലും അപ്പയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ അമ്മച്ചിക്കും പെങ്ങന്മാർക്കും വേണ്ടി ജീവിച്ചു. പിന്നെ എനിക്കും ചേച്ചിക്കും വേണ്ടി ജീവിച്ചു. ഇതെന്താ ഇപ്പം അപ്പയുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട്? ഇതിടുമ്പോൾ അപ്പ കൂടെയുള്ള പോലെയാ, ഒരു ധൈര്യ. സ്നേഹത്തിന് ദൈവത്തിൻ്റെ മണാണെന്നാ അമ്മ എപ്പോഴും പറയാറ്. ഞാൻ അന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും എൻ്റെ അപ്പയ്ക്കും ആ മണമായിരുന്നു. ഇപ്പോ ഈ ഷർട്ടിന് പോലും അതേ മണ. സ്നേഹത്തിൻ്റെ മണം.